ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഒരു കെമി പേപ്പർ കൊണ്ട് എലിഫൻറ്റിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പറാണ് വേണ്ടത്. എന്നിട്ട് അതേപോലെ കോർണർ ടു കോർണർ മടക്കി കൊടുക്കുക. അതിനുശേഷം ഹാഫായിട്ട് മടക്കിയെടുക്കാം. ഒരുവിധം എല്ലാ ക്രാഫ്റ്റിനും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് മടക്കിയെടുക്കേണ്ടത്. ഇനി പേപ്പർ അതേപോലെ ഡയമണ്ട് ഷേപ്പിൽ മടക്കിയെടുക്കാം. ഇനി അതേപോലെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്ന് രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് ഇതേ രീതിയിൽ മടക്കിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ വരുന്ന ഭാഗം നമ്മൾ മടക്കിയതിൻ്റെ മുകളിലേക്കായിട്ട് അതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ മടക്കിയ പേപ്പർ അതേപോലെ നിവർത്തി കൊടുക്കുക. നിവർത്തിയ ശേഷം അതിൻ്റെ സൈഡുകളെല്ലാം തന്നെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിലായിരിക്കും കിട്ടുക. എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കി വയ്ക്കാം. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കാം. ഇനി നമ്മൾ മടക്കിയ പേപ്പർ നിവർത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡയമണ്ട് ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് അതേപോലെ സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഒരു പ്രാവശ്യം മടക്കിയതിന് ശേഷം അത് നിവർത്തിയിട്ട് അത് അതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം. അടുത്ത സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു സ്റ്റാർ പോലെയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ മടക്കിയ ഭാഗം മാത്രം ഇതേപോലെ അറ്റത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡും സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്ത പേപ്പർ നേരെ തിരിച്ച് പിടിക്കുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണാൻ പറ്റും സെൻറ്ററിലായിട്ട്. അത് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം സിസർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത സൈഡ് എടുക്കുക. എന്നിട്ട് അത് നമ്മൾ നേരത്തെ മടക്കിയ ഭാഗം രണ്ടായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് പേപ്പർ നീളത്തിൽ ഈക്വൽ ഹാഫായിട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ചെവിയുടെ ഭാഗത്താണ് ഞാനിപ്പോൾ കൈ വെച്ചിട്ടുള്ളത്. അപ്പോൾ പേപ്പർ ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കുക. മടക്കിയ പേപ്പർ നിവർത്തി കഴിയുമ്പോൾ നമുക്കൊരു വി ഷേപ്പിലുള്ളിൽ കിട്ടും. അങ്ങനെ തന്നെ ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ടത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി നമ്മൾ ചെവിയുടെ ഭാഗം ഇതേപോലെ ഒന്നും കൂടി നിവർത്തി കുറച്ചും കൂടി ഒന്ന് നീളത്തിൽ മടക്കി കൊടുക്കാം. എന്നിട്ട് കാതുകളുടെ ടോപ്പ് പോർഷൻ അതേപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി ആനയുടെ തുമ്പിക്കൈയാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മടക്കിയ ആ ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് സെൻറ്ററിലേക്ക് അതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. രണ്ട് സൈഡും മടക്കി എടുത്തതിന് ശേഷം അത് ഈക്വൽ ഹാഫായിട്ട് നീളത്തിൽ മടക്കി കൊടുക്കാം. ഇനി തുമ്പിക്കൈയുടെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കഴിയുമ്പോൾ പേപ്പർ നിവർത്തിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് നിവർത്തി കഴിയുമ്പോൾ ഉള്ളിലായിട്ടൊരു വി ഷേപ്പിൽ മടക്കി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ മടക്കുള്ളിലേക്ക് വരുന്ന മാതിരി അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി തുമ്പിക്കൈയുടെ അറ്റം ചെറുതായിട്ടൊന്ന് മടങ്ങിയിരിക്കുന്ന ഭാഗത്തിന് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ഒന്നും കൂടി ചെയ്തെടുക്കാം. അതിൻ്റെ അറ്റത്തായിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. മടക്കി പേപ്പർ നിവർത്തി കഴിയുമ്പോൾ അതൊരു വി ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് ഉള്ളിലേക്ക് വരുന്ന മാതിരി ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കഴിയുമ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പേപ്പറും കൂടി ഒരിക്കൽ കൂടി ഒന്ന് മടക്കി കൊടുക്കുക. ഞാൻ പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക.
ഇനി നമുക്ക് എലിഫൻറ്റിൻ്റെ ബാക്ക് പോർഷൻ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് പേപ്പർ ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കിയ പേപ്പർ നിവർത്തിയെടുക്കുമ്പോൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ഒരു വി ഷേപ്പ് പോലെ കിട്ടും. എന്നിട്ട് അത് ഉള്ളിലേക്കായിട്ട് അതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ എക്സ്ട്രാ വന്നിരിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. അങ്ങനെ മടക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ കാലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലിൻ്റെ അതേ അളവിൽ തന്നെ വേണം മടക്കി കൊടുക്കാനായിട്ട്. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മടക്കിയെടുക്കാം. മടക്കുമ്പോൾ ഫ്രണ്ടിലെ കാലുകൾക്കും ബാക്കിലെ കാലുകൾക്കും ഇടയിൽ ഒരു സ്പേസ് കിട്ടുന്ന മാതിരി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം മടക്കാനായിട്ട്. ഒന്നും കൂടി എടുക്കുക. എന്നിട്ട് അതിന് 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇനി നമുക്ക് ടെയിലിൻ്റെ പോർഷൻ സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് നമ്മൾ നേരത്തെ എക്സ്ട്രാ വന്ന പേപ്പർ മടക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷൻ അതേപോലെ ഇങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ടെയിലും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എലിഫൻറ്റിന് കണ്ണുകൾ വരച്ച് കൊടുക്കാം. ഒറിഗാമി പേപ്പർ കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റുകൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. ഇത് നമുക്കൊരു ഡെസ്ക് ഡെക്കറായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഇതുപോലെയുള്ള അടിപൊളി ക്രാഫ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.